മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനാണ് പോലീസ് ട്രെയിനിംഗ് വിഭാഗത്തിന്റെ IG-ആയ ജി ലക്ഷ്മൺ. ഇദ്ദേഹത്തെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട് IG ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ആരോപണങ്ങളാണ് വിവാദമാകുന്നത്. മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജി ലക്ഷ്മൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കാനും തർക്കങ്ങൾ ഒത്തുതീർക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഭരണഘടനാ അതീത അതോറിറ്റി ഉണ്ടെന്നും ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് വിടുന്ന തർക്കങ്ങൾ പോലും ഈ അതോറിറ്റിയാണ് പരിഹരിക്കുന്നത് എന്നും അഡ്വക്കേറ്റ് നോബിൾ മാത്യു മുഖേന നൽകിയ ഹർജിയിൽ ജി ലക്ഷ്മൺ പറയുന്നു. തനിക്കെതിരെ കേസെടുത്ത നിയമവിരുദ്ധമായ നടപടി പോലും ഈ അദൃശ്യ കരങ്ങളുടെയും ഭരണഘടനാതീതമായ ബുദ്ധിയുടെയും ഇടപെടലാണെന്നും ലക്ഷ്മണ ആരോപിക്കുന്നുണ്ട്. ആദ്യ FIR-ൽ തന്റെ പേരില്ല എന്ന് ലക്ഷ്മണിന്റെ ഹർജിയിൽ പറയുന്നു. സാക്ഷികളും ആരോപണം ഉന്നയിച്ചിട്ടില്ല. പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും തന്റെ പേരില്ല. വകുപ്പുതല അന്വേഷണത്തിലും ക്ലീൻ ചിറ്റ് നൽകി. ADGP ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ SP റാങ്കിന് മുകളിലുള്ള സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസിൽ പങ്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ഒരു രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതി ചേർത്തത്. എന്തിനാണ് വിവാദത്തിലേക്ക് തന്നെ വലിച്ചിരിക്കുന്നത് എന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSPയുടെ രാഷ്ട്രീയ മേലാളന്മാർക്ക് മാത്രമേ അറിയൂ എന്നും ഹർജിയിൽ പറയുന്നു. എന്തായാലും സർവീസിൽ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലാക്കും എന്നാണ് കരുതപ്പെടുന്നത്.